ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് എൻ്റെ ബൈക്കായിട്ട് നമ്മളുടെ മൂന്നാർ മലയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഒരു അമേസിങ് ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് തന്നത് ഈ ബൈക്ക് വിത്ത് ആ ഒരു തണുത്ത മലനിരകൾ എക്സ്പ്ലോർ ചെയ്യാൻ. നോർമൽ സൈക്കിളാണെങ്കിലും വളരെ ടഫായിരുന്നേനെ, പക്ഷേ ഇത് നമുക്ക് ഈ നേച്ചറിനെ ആ ഹിൽ ഏരിയ കവർ ചെയ്യാനായിട്ട് നമുക്ക് നടന്നു പോണേലും പെഡൽ അസിസ്റ്റ് ഉള്ളത് കൊണ്ടിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഈ ബൈക്കിൽ ഈ നേച്ചറിനെ കവർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. നടന്നു പോയാൽ കുറച്ച് മാത്രം കവർ ചെയ്യാവുന്നത്. നമ്മളൊരു ബൈക്ക് ഫീലിങ്ങിൽ നമ്മൾ ഈ ഹിൽ ഏരിയ ഈ സൈക്കിളിൻ്റെ ഈ എയർ നമ്മൾ ആസ്വദിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. ഒരു രീതിയിലുള്ള ഒരു ടഫ് നമുക്ക് ഈ റൈഡിങ്ങിൽ വരുന്നില്ല. ഹിൽ ഏരിയ കവർ ചെയ്യാൻ ഈ ബൈക്സ് വെരി 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 യൂസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുള്ളി ബിൽഡ്. സോ ഈ ബൈക്കിൻ്റെ ഈ ഒരു റൈഡ് നമ്മൾക്ക് ആസ്വദിക്കാൻ വളരെ രീതിയിൽ സാധിക്കുന്നത് ഹിൽ ഏരിയയിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈച്ച് ആൻഡ് എവറി കോർണർ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും ഒരു ബൈക്ക് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ. ഈ ബൈക്കിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ആ എയറിന് വളരെ ഇതിൽ ഫീൽ ചെയ്യാം. ആ കോൾഡ് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ നേക്കഡ് ഐയിൽ നമ്മുടെ ഈ നേച്ചറിനെ കാണുമ്പോഴുള്ള ഫീലിംഗ് അതൊന്ന് വേറെ തന്നെയാണ്. സൺറൈസ് നമ്മൾക്ക് പല ഏരിയയിൽ പല ആംഗിളിൽ നമ്മൾക്ക് മാറി കാണാൻ സാധിക്കുന്നതാണ്. സോ എല്ലാം നമുക്കൊരു വല്ലാത്ത ഫീലിംഗ് ആണ് തരുന്നത്. കാരണം നമുക്ക് കൂടുതൽ ഏരിയ രാവിലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നു ഒരു ബൈക്ക് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ. സോ ഹിൽ ഏരിയയിൽ എപ്പോഴും വളരെ എഫോർട്ട്ലെസ് ആയിട്ടുള്ള ഒരു റൈഡ് ബൈക്ക് സമ്മാനിക്കുന്നുണ്ട് കേട്ടോ. സോ ബൈക്കിൻ്റെ റൈഡ് നിങ്ങളും ആസ്വദിക്കണം. ഓക്കെ, താങ്ക് യു. ഇതേപോലെ പല രീതിയിലുള്ള ബൈക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പ്ലഗ് ബൈക്കിനെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും.